അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. വളരെ പ്രധാനപ്പെട്ട മയ്യിത്തുമായി ബന്ധപ്പെട്ട ഒരു 3 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. എന്നോട് എൻ്റെ അടുത്ത ഒരാള് ഈ കാര്യങ്ങൾ ആളുകൾക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഞാൻ കൂടുതലൊന്നും പറയാതെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഈ വീഡിയോ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്തിട്ട് എല്ലാ ആളുകളിലേക്കും എത്തിച്ചു കൊടുക്കുക. കാരണം മയ്യിത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിൽ ഒന്നാമത്തത്, നമ്മുടെ നാട്ടിൽ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മയ്യത്ത് നമ്മൾ കുളിപ്പിച്ചിട്ട് മയ്യത്ത് ചമയിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അതായത് മയ്യത്തിനെ നമ്മൾ ഒരുക്കുന്ന സന്ദർഭം. ആ സമയത്ത് നമ്മൾ മയ്യത്തിന് പഞ്ഞി വെച്ചു കൊടുക്കും, അല്ലെ? എവിടെയാണ് പഞ്ഞി വെച്ചു കൊടുക്കേണ്ടത്? നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിൽ എങ്ങനെയാണ് അവർ പഞ്ഞി വെക്കുന്നുള്ളത്? അതാണ് ഒന്നാമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് പഞ്ഞി വെക്കേണ്ടത് ദ്വാരങ്ങളിൽ പഞ്ഞി വെക്കണം. തുറക്കപ്പെട്ടിട്ടുള്ള ദ്വാരങ്ങളിൽ, ഉദാഹരണത്തിന് മുൻദ്വാരം, പിൻദ്വാരം, അതുപോലെ തന്നെ ചെവിയുടെ ദ്വാരം, മൂക്കിന്റെ ദ്വാരം, ഇവിടങ്ങളിലൊക്കെ പഞ്ഞി വെക്കണം. അതുപോലെ തന്നെ കണ്ണിൽ പഞ്ഞി വെക്കണം. പിന്നെ പഞ്ഞി വെക്കേണ്ടത് സുജൂദിന്റെ സ്ഥലങ്ങളിലാണ്. സുജൂദിന്റെ സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ എത്രയുണ്ട്? 7 മുഅക്കദായ സുന്നത്തും കൂടി 8. ഏതൊക്കെ? 2 കാലിന്റെ വിരലുകൾ, 2 മുട്ടുകൾ, 2 കൈകൾ, അതുപോലെ തന്നെ നെറ്റി. മുഅക്കദായ സുന്നത്ത് എന്ന് പറഞ്ഞത് മൂക്ക്. മൂക്ക് നിർബന്ധമല്ലെങ്കിലും മുഅക്കദായ സുന്നത്താണ്. മൂക്ക് നിലത്ത് മുട്ടിയില്ലെങ്കിൽ നെറ്റി ശരിയായിട്ട് തലയിൽ നിലത്ത് മുട്ടിയില്ല എന്നുള്ളതാണ് അർത്ഥം. അപ്പോ നെറ്റിയിൽ പഞ്ഞി വെക്കണം, മൂക്കിൽ പഞ്ഞി വെക്കണം, മൂക്കിന്റെ മുകളിൽ പഞ്ഞി വെക്കണം എന്നർത്ഥം. മൂക്കിനകത്തേതായാലും പഞ്ഞി വെക്കണം, മൂക്കിന്റെ പുറത്തും വെക്കണം. പിന്നെ കണ്ണിൽ ഏതായാലും പറഞ്ഞു, ചെവിയിൽ പറഞ്ഞു. സാധാരണ നമ്മൾ പഞ്ഞി വെച്ച് കൊടുക്കുന്നത് കാണാറുള്ളത് മുഖത്ത് പഞ്ഞി ഇങ്ങനെ ഒന്നാകെ അങ്ങ് അമർത്തി കൊടുക്കുകയാണ്. മുഖം മുഴുവനായിട്ടും പഞ്ഞിയിൽ മൂടുകയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം എന്താ? അത് ഇസ്രാഫാണ്, അധികമായി ചെയ്യുകയാണ്. അത് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ തന്നെ ഏതൊരു കാര്യവും അമിതമായി ചെയ്യാൻ പാടില്ലല്ലോ. പിന്നെ വെക്കേണ്ടത് ഉള്ളം കൈയിലാണ്. ചില സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നത് വിരലിന്റെ ഇടയിൽ ഇങ്ങനെ പഞ്ഞി വെച്ചു കൊടുക്കും. അങ്ങനെ വിരലിന്റെ ഇടയിലല്ല വെക്കേണ്ടത്. ഈ ഉള്ളം കൈയിൽ പഞ്ഞി ഇങ്ങനെ വെച്ചിട്ട് അത് വീണു പോകുന്നതിനും വേണ്ടി, ഇവിടുന്ന് തെന്നി മാറുന്നതിനും വേണ്ടിയിട്ട് അതിന്റെ തല ഇങ്ങനെ വിരലിന്റെ ഇടയിലേക്ക് ഓർത്തു കൊടുക്കുക. അങ്ങനെയാണ് വേണ്ടത് 2 കൈയിലും. അല്ലാതെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ പഞ്ഞി എടുത്തിട്ട് ഇങ്ങനെ വിരലിന്റെ ഇടയിൽ വെക്കുകയല്ല വേണ്ടത്. വലിയ ഒരു കഷ്ണം പഞ്ഞി എടുത്തിട്ട് ഉള്ളം കൈയിൽ വെച്ചിട്ട് അത് വീണു പോകുന്നതിന് ഇങ്ങനെ വിരലിന്റെ ഇടയിൽ ഇറുക്കി കൊടുക്കുക. അങ്ങനെയാണ് വെക്കേണ്ടത് 2 കൈയിലും. അതുപോലെ തന്നെ കാല് മുട്ടിൽ വെച്ചു കൊടുക്കണം. പിന്നെ കാലിന്റെ വിരലുകൾ അവിടെയും ഇതുപോലെയാണ്, വിരലിന്റെ ഇടയിലല്ല ഇറുക്കി കൊടുക്കേണ്ടത്. പിന്നെയോ, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ നിസ്കാരത്തിൽ വിരലുകൾ ഇങ്ങനെയാണ് വെക്കേണ്ടത്, അല്ലെ? വിരലുകൾ ഇങ്ങനെ കുത്തി വെക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയല്ല വെക്കേണ്ടത്. വിരല് ഇങ്ങനെ ആണ് സുജൂദിൽ വെക്കേണ്ടത്. അപ്പോ ഈ അടിഭാഗമാണ് സുജൂദിന്റെ ഈ വിരലിന്റെ സ്ഥാനം. അപ്പൊ ഈ ഭാഗം മറയണം. അപ്പൊ അതിന് ഇപ്പൊ ഇത് ഉദാഹരണത്തിന് കാലിന്റെ വിരലാണെന്ന് സങ്കല്പിക്കുക. ഇവിടെ പഞ്ഞി വെച്ചിട്ട് അത് മുകളിലോട്ട് മടക്കിയിട്ട് വിരലിന്റെ ഇടയിൽ ഇറുക്കി കൊടുക്കുക. അതായത് ഈ ഭാഗം, വിരലിന്റെ ഭാഗം മുഴുവനും മറഞ്ഞിരിക്കണം. അങ്ങനെയാണ് പഞ്ഞി വെച്ചു കൊടുക്കേണ്ടത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. രണ്ടാമത്തെ വിഷയം, മയ്യത്തിന് അത്തറ് തേച്ചു കൊടുക്കുക. മയ്യത്തിന് അത്തറ് തേച്ചു കൊടുക്കുമ്പോ എന്തോ നേർച്ചയാക്കിയ പോലെയാണ്. ഓരോ ആളുകളെയും വിളിക്കുകയാണ്, നീ തേച്ചോ, നീ അത്തറ് തേച്ചോ, നീ അത്തറ് തേച്ചു കൊടുത്തോന്ന്. എന്നിട്ട് ഇങ്ങനെ അത്തറിന്റെ കുപ്പി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്താ? കുറെ കുപ്പി വാങ്ങിയിട്ടുണ്ട്, അത് തീരണ്ടേ? മയ്യത്തിന്റെ മുകളിലോട്ട് ഇങ്ങനെ ഓരോ ആളുകളും ഇട്ട് വരക്കുകയാണ്. എവിടെ? നമ്മൾ ഈ മസാജ് സെന്ററിലൊക്കെ ഈ ശരീരത്തിൽ ഓയിലിട്ടിട്ട് എണ്ണയിട്ടിട്ട് തിരുമ്മി കൊടുക്കുന്നില്ലേ, അതുപോലെ ഇങ്ങ് ഇട്ട് വരക്കുകയാണ് 2 കൈയിലിട്ടിട്ട്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് മയ്യത്തിന് ചെയ്യുന്ന ദ്രോഹമാണ് നിങ്ങൾ. കാരണം എന്താ? ഈ മയ്യത്ത് എവിടത്തേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നതെന്നറിയോ? അള്ളാഹുവിന്റെ ഹളറത്തിലേക്കാണ്, അള്ളാഹുവിന്റെ അടുക്കലേക്കാണ്. അവസാനമായിട്ടുള്ള യാത്രയാണ് ഈ പോകുന്നത്. ആ സമയത്ത് ഈ ധരിച്ചിട്ടുള്ള ഈ വെള്ള വസ്ത്രം, ആ വസ്ത്രത്തിൽ മൊത്തം ഈ അത്തറിന്റെ കറയും തേച്ചിട്ടാണോ അള്ളാഹുവിന്റെ ഹളറത്തിലേക്ക് കൊണ്ടുപോകേണ്ടത്? ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോ, വേണ്ട, ഒരു പള്ളിയിലേക്ക് പോകുമ്പോ, എന്തിന് നമ്മുടെ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ട് ഒന്ന് കടയിലേക്ക് പോയി വരുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ കടയിലേക്ക് പോയി വരുന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു വെള്ള ഡ്രസ്സിൽ അത്തറിന്റെ കറയുണ്ടെങ്കിൽ നമ്മൾ പീടികയിലേക്ക് പോവോ? നമ്മൾ ഷോപ്പിലേക്ക് പോവോ? പോവില്ല.
നമ്മൾ ആ ഡ്രസ്സ് മാറ്റി വെച്ചിട്ട് വേറെ ഡ്രസ്സ് മാത്രമേ ഇട്ടിട്ടേ പോകുള്ളൂ. എവിടെയെങ്കിലും പോകാൻ നേരത്ത് അത്തർ തേക്കുമ്പോ കറയായി പോയാൽ പിന്നെ ആ ഡ്രസ്സ് നമ്മൾ ധരിക്കൂല. കാരണം എന്താ? അത് വൃത്തികേടാണ്. അത് അത്തറിന്റെ കറയല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ഇട്ടുകൊണ്ട് പോവില്ല. അങ്ങനെ ഈ മയ്യത്തിനെ അള്ളാഹുവിന്റെ ഹദറത്തിലേക്ക് ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോ ഈ അത്തറിന്റെ കറയും തേച്ചിട്ടാണോ കൊണ്ടുപോയി വെക്കുന്നത്? അപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മൾ എങ്ങനെയാണോ സൂക്ഷിച്ചിട്ട് അത്തർ തേക്കുന്നുള്ളത് ആ രൂപത്തിൽ അത്തർ തേച്ചു കൊടുക്കണം. മാത്രമല്ല ഇവിടെ വേറെയും ഒരു കാര്യം നമ്മൾ ചിന്തിക്കാനുള്ളത്, ഈ അത്തർ എന്ന് പറയുമ്പോൾ ഇത് വെള്ളമാണ് അല്ലെ, ആസിഡോട് കൂടിയിട്ടുള്ള വെള്ളമാണ്, വെറും വെള്ളമല്ല. മയ്യത്തിനെ കൊണ്ടുവരുമ്പോ കുളിപ്പിച്ച് കൊണ്ടുവരുമ്പോ നല്ല പോലെ തോർത്തി ഉണക്കണം എന്നാണ്. തോർത്തി ഉണക്കിയിട്ട് മാത്രമേ മയ്യത്ത് മൂടാൻ പാടുള്ളൂ. കാരണം എന്താ? പെട്ടെന്ന് ജീർണിച്ചു പോകാതിരിക്കാൻ വേണ്ടി. അപ്പൊ ഈ അത്തർ കൊണ്ട് ഇങ്ങനെ കുളിപ്പിച്ചു കഴിഞ്ഞാലോ വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇവിടെ രണ്ട് വിഷയമാണിത്. ഒന്ന് ഈ അത്തറിന്റെ കറയുമായിട്ടുള്ള പോക്ക്, അതുപോലെ തന്നെ ഈ നനഞ്ഞുകൊണ്ടുള്ള പോക്ക്. ഇത് നമ്മൾ ചെയ്യാൻ പാടില്ല. ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന്. മൂന്നാമത്തെ വിഷയം, മറമാടുന്ന സമയത്ത് ഖബറിനകത്ത് ചില ആളുകള് മണ്ണ് ഉരുളയാക്കിയിട്ട് കവിളിന്റെ ഭാഗത്ത് വെച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഇതെന്നോട് പറഞ്ഞ വിഷയമാണ്. എന്നാൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്. മറമാടുന്ന സമയത്ത് ഖബറില് ഈ മുഖത്തുള്ള തുണി നീക്കിയിട്ട് ഈ കവിള് തന്നെ നിലത്ത് വെച്ചു കൊടുക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. കവിള് നിലത്ത് വെച്ചു കൊടുക്കണം ഖബറിന്റെ. അല്ലാതെ മണ്ണ് ഉരുളയാക്കിയിട്ട് കവിളിൽ വെച്ചു കൊടുക്കുകയല്ല വേണ്ടത്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു അവിടുത്തെ മകനായ അബ്ദുള്ള, അതായത് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അത്രേ. എന്താ? എന്നെ മറമാടുന്ന സമയത്ത് എന്റെ കബിള് നിലത്ത് തട്ടിയിട്ടല്ലാതെ മറവ് ചെയ്യാൻ പാടില്ല എന്ന്, അതായത് നിലത്ത് വെച്ചിരിക്കണം എന്ന്. അത്രത്തോളം നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അത്രത്തോളം നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണ്. കാരണം എന്താ? ഇതൊക്കെ മയ്യത്തുമായി ബന്ധപ്പെട്ടതാണ്. ഇത് മയ്യത്ത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് എല്ലാ ആളുകളും ഇത് പഠിച്ചിരിക്കണം. ഇത് മാത്രമാണോ പഠിച്ചിരിക്കേണ്ടത് എന്ന് ചിലപ്പോൾ ചോദിക്കും. ബാക്കി എല്ലാ കാര്യങ്ങളും ചിലപ്പോ നിർബന്ധമായത് കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാകും. ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കാതെ പോയാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ എവിടെ നിന്നായാലും പഠിക്കുകയും മറ്റുള്ള ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതല്ലേ, നിങ്ങൾ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ള ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞു കൊടുക്കാത്ത പഠിത്തം അത് ഉപകാരമുള്ളതല്ല. നമ്മളൊരു കാര്യം പഠിച്ചാൽ എന്ത് കാര്യമാവട്ടെ അത് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ ഞാൻ പഠിച്ചു ഇനി അത് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല, ഞാൻ എന്നെ ഒരു അറിവുള്ള ആള് എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. ആ ഇൽമു കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരും ഈ മസ്അല പഠിക്കുകയും മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അല്ലാഹു തആല നല്ല കാര്യങ്ങൾ പറയുവാനും നല്ലത് കേൾക്കുവാനും നല്ലത് ജീവിതത്തിൽ പകർത്തുവാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണം എന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Uchas Creation YouTube channel. Like, share, comment and subscribe.